നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സംഭവം വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതിനെതിരെ, അതായത് സെൻസർ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. ഇനി ഹൈക്കോടതിയുടെ ഇടപെടലിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ സിനിമാ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച CBFCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ധർണ നടത്തും. CBFC മാനദണ്ഡങ്ങളും മാർഗരേഖകളും വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകാനും തീരുമാനമുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും അംഗങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ജാനകി സിനിമയെ സംബന്ധിച്ച കാര്യമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ലെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റ് രഞ്ജി പണിക്കർ വ്യക്തമാക്കി. ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ സംവിധായക സംഘടന അടക്കം, ഫെഫ്കയിലെ മറ്റ് അംഗസംഘടനകളടക്കം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം, അമ്മ സംഘടന അടക്കമുള്ള ആളുകൾ അണിനിരന്നുകൊണ്ട് സംയുക്തമായി ഇങ്ങനെയൊരു സമരപരിപാടി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് അവസാനിക്കുന്ന ഒരു സമരപരിപാടിയാകും എന്ന് പ്രതീക്ഷിക്കാൻ വഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെ ശക്തമായ ഒരു നിലപാട്, നിയമം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാ സർഗാത്മക പ്രവർത്തികൾക്കും ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തീർച്ചയായും വളരെ വ്യക്തമായ തീരുമാനം കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുകയാണ്. അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ റാൻഡമായിട്ട്, വളരെ ആർബിട്രറി ആയിട്ട് നടത്തുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ആ പ്രതിഷേധം ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് ഈ തുടർ ചർച്ചകളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഞങ്ങൾക്കുള്ള ഉത്തമ വിശ്വാസം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. കാരണം നാളെ ഒരു ഫിലിം മേക്കറിനും ഇങ്ങനെയൊരു ദുരവസ്ഥ വരരുത് എന്നുള്ളതാണ്. നിങ്ങൾ പ്രസിഡൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം, നമുക്ക് പട്ടാളം ജാനകി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, സീതാ കല്യാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അനവധി സിനിമകൾ, ജാനകി എന്ന കഥാപാത്രമുള്ള എത്ര സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ സാമൂഹിക ചരിത്ര സന്ദർഭത്തിൽ നിന്നും ഇന്നിനെന്താണ് വ്യത്യാസം? അന്നത് പ്രശ്നമില്ല, ഇന്നത് പ്രശ്നമുണ്ടാകും എന്ന് പറയുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു. അതേസമയം നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്. റിവ്യൂ കമ്മിറ്റി തീരുമാനം കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ജാനകി എന്ന പേര് പൊതുവായി എവിടെയും ഉപയോഗിക്കുന്നതാണല്ലോ എന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. മതപരമായ രൂപത്തിൽ പേരിടുന്നത് കാരണം മാറ്റാൻ നിർദ്ദേശിച്ചു എന്നാണ് സെൻസർ ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമിയും, സെൻസർ ബോർഡ് ഈ സിനിമയുടെ പേര് മാറ്റണം, അതിലെ 90ഓളം ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്, അത് മാറ്റണമെന്ന കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നൽകിയതാണ്. ഇനി ഹൈക്കോടതിയിൽ മാത്രമാണ് ഇവരുടെ പ്രതീക്ഷ. കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന പല ചോദ്യങ്ങളും അത് പ്രസക്തമാണ്. അതായത് ജാനകി ഒരു പൊതുവായ പേരല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ കോടതിയിൽ സംഭവിക്കുന്നത്? എന്തായാലും ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ചെറിയ ഒരു ആശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജാനകി എന്ന പേരിന് പകരം മറ്റേതെങ്കിലും പേര് വെച്ചാൽ കുഴപ്പമില്ലെന്നാണോ പറയുന്നതെന്നാണ് സെൻസർ ബോർഡിന്
കോടതി ചോദിച്ചിരിക്കുന്നത്. സമാന രൂപത്തിൽ പല പേരുകളുള്ള സിനിമയുണ്ടല്ലോ, അതായത് ജാനകി എന്ന പേരിൽ മറ്റു ചില സിനിമകളും ഒക്കെ ഉണ്ടല്ലോ, ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പമെന്നും കോടതി ചോദിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഈ ജാനകി എന്ന പേര് മാറ്റണമെന്ന ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിന് എന്തുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് മറുപടി നൽകാത്തതെന്ന് കൂടി കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഈ സെൻസർ ബോർഡ് നൽകുന്ന വിശദീകരണം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നവും ഇതിൽ പറയുന്നുണ്ട്. മതപരമായിട്ടുള്ള രൂപത്തിൽ പേരിടുന്നത് കാരണമാണ്. ഈ ജാനകി എന്നത് സീതാദേവിയുടെ മറ്റൊരു നാമമാണ്, അതുകൊണ്ടാണ് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞത്. അതിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവത്തിനെ ഇവിടെ ഒരു വിക്റ്റിമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഒരു സിനിമ അത് അവതരിപ്പിക്കേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് റിവൈസിംഗ് കമ്മിറ്റി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്താണ് റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നാണ് ഹർജിക്കാരനോട് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ എന്താകും? കോടതി ഇതിലൊരു അന്തിമ തീരുമാനം പറയുക എന്നത് കാത്തിരിക്കുകയാണ്. ഈ കോടതിയുടെ ഇപ്പോഴത്തെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം, മറ്റേതെങ്കിലും പേര് ഇട്ട് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് കുഴപ്പമില്ലെന്നാണോ, അങ്ങനെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. എന്തായാലും സെൻസർ ബോർഡിന് മറുപടി പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ വരുന്നുണ്ട്. അത് സിനിമ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും പറഞ്ഞത് ഇപ്പോഴും ഈ അണിയറ പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് മാറ്റണം എന്നതിലൊരു രേഖാമൂലമായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ രേഖാമൂലം ഇതിന്റെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതിൽ കത്ത് പോലും ഇപ്പോഴും അണിയറ പ്രവർത്തകർക്ക് നൽകിയിട്ടില്ല എന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് കോടതി വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിട്ടും ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ഇപ്പോൾ സെൻസർ ബോർഡിനോട് ചോദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ ഒരു കോടതിയുടെ ഈ ഒരു ഇടപെടലിൽ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. കാരണം ഇത് രഞ്ജി പണിക്കർ പറഞ്ഞതുപോലെ ഇതൊരു സിനിമയുടെ മാത്രം കാര്യമല്ല, ജാനകി എന്നൊരു സിനിമയുടെ കാര്യമല്ല, മറ്റ് സിനിമകൾക്ക് വരാനിരിക്കുന്ന ചില സിനിമകളുടെ തിരക്കഥാകൃത്തുക്കളായിക്കോട്ടെ സംവിധായകരായിക്കോട്ടെ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. നിരന്തരം ബി ഉണ്ണികൃഷ്ണനെയും രഞ്ജി പണിക്കരെയും ഒക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്താണ് ഇനി സിനിമ എടുക്കുക? പേരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രം പറയുന്നതാണോ? എന്തിനാണ് മാറ്റം വരുത്തേണ്ടതെന്നൊരു ആശങ്ക സിനിമാ പ്രവർത്തകർക്കിടയിൽ വന്നു കഴിഞ്ഞു എന്ന് കൂടി പറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു മാർഗനിർദ്ദേശവും അല്ലെങ്കിൽ തീർച്ചയായും നവമി, കോടതി അല്പസമയം മുമ്പ് ചോദിച്ച ചോദ്യവും സെൻസർ ബോർഡിന് ചോദിച്ച ചോദ്യവും ഇത് തന്നെയാണ്. ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം? സമാന രൂപത്തിൽ പല പേരുകളിലും സിനിമയുണ്ടല്ലോ. നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി, സീതാ കല്യാണം, അത്തരം പല സിനിമകളും ഇതിനു മുൻപ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത വിവാദം, അന്നൊന്നുമില്ലാത്ത നിയന്ത്രണങ്ങൾ, പ്രദർശന അനുമതി നിഷേധിക്കൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഇനി സ്വാഭാവികമായിട്ട് സിനിമാ സംഘടനകളുടെ ആശങ്ക അതുതന്നെയാണ്. ഇത്തരം പേരിടുമ്പോൾ, ഒരു കഥാപാത്രത്തിന് പേര് നൽകുമ്പോൾ എന്തൊക്കെ നോക്കണം? കാരണം ഇത് ഒരു മതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരോ, സാധാരണ ജാനകി നമ്മളൊക്കെ മലയാളികൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. നിരവധി ആളുകൾക്ക് ആ പേരുണ്ട്. അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനമടങ്ങിയ ഉത്തരവ് ഹാജരാക്കാൻ സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച തന്നെ സെൻസർ ബോർഡിന് ഈ റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനം, ഇന്നലെ സിനിമ കണ്ടതിന് ശേഷം എന്ത് തീരുമാനമാണോ റിവൈസിംഗ് കമ്മിറ്റി എടുത്തത് അല്ലെങ്കിൽ എന്ത് തീരുമാനത്തിലാണോ ഉറച്ചു നിൽക്കുന്നത് അത് രേഖാമൂലം തന്നെ കോടതിയെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിൽ എത്തേണ്ട സിനിമയായിരുന്നു. പക്ഷേ ഈ ജാനകി എന്ന പേര് അതാണ് ഈ സെൻസർ ബോർഡിനെ ചൊടിപ്പിച്ചത്. അത് സീതാദേവിയുടെ മറ്റൊരു നാമമാണ്. ആ രീതിയിലേക്ക് ഒരു സിനിമ ഇറക്കാൻ കഴിയില്ല എന്ന കർശന നിർദ്ദേശം നൽകി. ഇന്നലെ റിവൈസിംഗ് കമ്മിറ്റി ഈ സിനിമ കണ്ടിട്ട് പോലും ആ ഒരു ഉത്തരവിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശത്തിൽ ഒരയവും ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം, ഈ സെൻസർ ബോർഡ് പറയുന്നത് ഇതിനു മുൻപ് ഇറങ്ങിയ ചിത്രം, അതായത് എമ്പുരാൻ സിനിമ ഇറങ്ങി അത് സെൻസർ ബോർഡ് അനുമതി നൽകിയതിന് ശേഷം ഇറക്കിയ സിനിമയാണ്. അതിൽ പോലും പിന്നീട് വലിയ വിവാദം ഉണ്ടാകും
ഉണ്ടാകുകയും സെൻസർ ബോർഡിനെ ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കൊക്കെ അത് പോവുകയും ചെയ്തു. അതിന്റെ ഒരു ഭയം എന്തായാലും സെൻസർ ബോർഡിൽ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ജാനകി എന്ന പേരിൽ ഇത്രയും വലിയ ഒരു കുഴപ്പം ഉണ്ടായിരിക്കുകയും സിനിമ പുറത്തിറക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സെൻസർ ബോർഡിന്റെ നീക്കം പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ്, വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ് ഇപ്പോൾ തന്നെ സിനിമ. കാരണം പറഞ്ഞ തീയതിയിൽ ഇറക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ വലിയ തുക നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി പേര് മാറ്റുക എന്ന് പറയുന്നത് വലിയ അതിലിരട്ടിയായിട്ടുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകും. 3 ഭാഷകളിലായിട്ടാണ് ചിത്രം ഇറങ്ങുന്നത്. അതിൽ 96 ഇടങ്ങളിലാണ് ജാനകി എന്ന പേര് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു പേര് ചേർത്ത് ഡബ്ബിംഗ് അടക്കം വീണ്ടും നടത്തിക്കൊണ്ട് സിനിമ ഇറക്കുക എന്ന് പറയുന്നത് ഇരട്ടിപ്പണിയാണ്. അത് പ്രത്യേകിച്ച് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ സമയം, അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടാൻ തന്നെ വലിയ പാടാണെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത്. ഒരു സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത് അനുവദിക്കാൻ പാടില്ല. നേരത്തെ നിർദ്ദേശം നൽകിയതാണ് സെൻസർ ബോർഡിനോട് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന്. ഇന്ന് ഈ ഹർജി പരിഗണിച്ചപ്പോൾ കോടതിക്ക് മുൻപാകെ സെൻസർ ബോർഡ് ഇതിന്റെ പ്രദർശനാനുമതി വിലക്കിയതുമായി ബന്ധപ്പെട്ട്, നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം എന്താണ്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഹൈന്ദവ ദൈവത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു മത അടിസ്ഥാനത്തിലുള്ള ഒരു ദൈവത്തിന്റെ പേരാണെന്നാണ് സെൻസർ ബോർഡ് നൽകിയ വിശദീകരണം. ഒപ്പം ഈ സിനിമയിൽ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമമൊക്കെ നടക്കുന്നുണ്ട്. അതായത് ജാനകി എന്ന് പറയുന്നത് ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണ്. ആ കഥാപാത്രം ഒരു വിക്റ്റിമായിട്ടാണ്, ഒരു പീഡനത്തിന് ഇരയായ പെൺകുട്ടിയാണ്. പിന്നീട് അവൾ നടത്തുന്ന നിയമ പോരാട്ടമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അങ്ങനെ ഒരു അത്തരത്തിലൊരു അതിക്രമം അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പേരായിട്ട് ജാനകി എന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് സെൻസർ ബോർഡ് നൽകുന്ന വിശദീകരണം. ഇന്നലെ കണ്ട റിവൈസിംഗ് കമ്മിറ്റി അടക്കം നൽകുന്ന വിശദീകരണം അത്തരത്തിലാണ്. അത് രേഖാമൂലം അറിയിക്കുവാനാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. സെൻസർ ബോർഡ് ഈ കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു രേഖ അത് കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഇനി കോടതിയിൽ മാത്രമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ഒരു വശത്ത് നവമി നിയമ പോരാട്ടം നടത്തുന്നുണ്ട്, അതോടൊപ്പം സിനിമാ സംഘടനകൾ ഒന്നടങ്കം സെൻസർ ബോർഡിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. ഏത് രീതിയിലുള്ളൊരു പ്രതിഷേധ പരിപാടി? കാരണം ഇത് നേരത്തെ രഞ്ജി പണിക്കർ സൂചിപ്പിച്ചതുപോലെ ഇത് ജാനകി എന്നൊരു സിനിമയുടെ മാത്രം പ്രശ്നമല്ല. ഭാവിയിലും സിനിമകൾ ഇറങ്ങണം, ഇതുപോലുള്ള വിലക്കുകൾ, നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു പ്രതിഷേധ പരിപാടിയെക്കുറിച്ചാണ് സിനിമാ സംഘടനകൾ ആലോചിക്കുന്നത്? സിനിമയുടെ അണിയറ പ്രവർത്തകർക്കപ്പുറം സിനിമാ താരങ്ങളും അമ്മ സംഘടനയും അടക്കം ഈ പ്രതിഷേധത്തിന് അണിനിരക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഒപ്പം ടെലിവിഷൻ അസോസിയേഷനിലെ സംഘടനകളിലെ അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തുള്ള സെൻസർ ബോർഡിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് കൃത്യമായി പറയുകയും ചെയ്തു. ഈ CBFCയുടെ മാനദണ്ഡം അത് കൃത്യമായി തന്നെ പറയണം. എങ്ങനെ സിനിമ എടുക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തണം എന്നീ കാര്യങ്ങൾ കൃത്യമായി പറയണം. അല്ലാതെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ സിനിമ ഇറങ്ങാൻ ദിവസങ്ങൾ മാത്രമോ മണിക്കൂറുകൾ മാത്രമോ മുൻപുള്ളപ്പോൾ ഈ സിനിമയ്ക്ക് അനുമതി നിഷേധിക്കുകയും അത് സിനിമാ സംവിധായകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടവും മാനസിക സമ്മർദ്ദവും ഒക്കെ വരുത്തുന്ന തരത്തിലേക്ക് ഒരിക്കലും ഒരു സെൻസർ ബോർഡ് മുന്നോട്ട് പോകാൻ കഴിയില്ല, അങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകുന്ന വിശദീകരണവും. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. അതോടൊപ്പം നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. ഇനി കോടതിയിലാണ് പ്രതീക്ഷ. എന്തുകൊണ്ടാണ് പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ആ പേര് സ്വാഭാവികമായും പലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇതിനു മുൻപ് സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇനി കേസിൽ കോടതി വിശദമായ വാദം കേൾക്കുന്നുണ്ട്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ മോഷണം നടന്ന സംഭവമാണ്. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ കളമശ്ശേരിയിലെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. കിടപ്പുമുറിയിലെ മേശപ്പുറത്തുണ്ടായിരുന്ന 6 ഗ്രാം സ്വർണം മോഷണം പോയെന്നാണ് പരാതി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇവിടെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്, നമുക്കറിയാം വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയൊക്കെ ഉള്ള
വീടാണ്. അവിടെ എങ്ങനെയാണ് ഈ മോഷണം നടന്നത്? വലിയ രീതിയിലുള്ളൊരു നഷ്ടം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു മോഷണം നടന്നിട്ടുണ്ടോ? ടോം, ഇതിൽ ഹൈക്കോടതി ജഡ്ജി ബദറുദ്ദീൻ്റെ കളമശ്ശേരി പത്തടി പാലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത്. വീടിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടു എന്ന പരാതിയിൽ പറയുന്ന പ്രകാരം 23-ാം തീയതിയാണ് ബെഡ്റൂമിലുള്ള മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായിരിക്കുന്നു എന്ന് പറയുന്നത്. 6 ഗ്രാം അതിൻ്റെ ഒരു അളവ് കുറവാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു സംഭവം ഗൗരവതരമാണ്. കാരണം അവിടുന്ന് മോഷണം നടന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്, അപഹരിക്കപ്പെട്ടു എന്ന രീതിയിലാണ് പരാതി വന്നിരിക്കുന്നത്. FIR-ൽ അത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. കളമശ്ശേരി പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കണത് ഏത് രീതിയിലുള്ള ഒരു സ്വർണ്ണാഭരണം കാണാതായിരിക്കുന്നു എന്നതാണ്. 23-ന് സംഭവിച്ചിരുന്നത്. ഒരുപക്ഷെ പ്രാഥമികമായ അതിനകത്ത് ഒരു പരിശോധനയും കാര്യങ്ങൾക്കും എല്ലാം ശേഷമാണ് ഇത് മോഷ്ടിക്കപ്പെട്ടത് തന്നെയാണ് എന്ന ഒരു വിശ്വാസത്തിലെത്തുകയും തുടർന്ന് ജഡ്ജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു പരാതി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഒരാൾ പുറത്തുനിന്ന് അപഹരിക്കപ്പെട്ടോ, അത് മറ്റ് വേറെ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടോ എന്നതെല്ലാം അത് അന്വേഷിക്കുകയാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നില്ല. ഏതായാലും ഇങ്ങനെയൊരു പരാതി വന്നിരിക്കുന്നു, ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നു. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ പോലീസ് സുരക്ഷയുള്ള അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുള്ള ഒരു വീടാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതി ജഡ്ജിയുടെ ഒരു വീട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച കൃത്യമായ കാര്യങ്ങൾ, അന്വേഷണവും കാര്യങ്ങളും എല്ലാം നടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാളെത്തിയത് മോഷ്ടിക്കപ്പെടുക അത്ര കണ്ട് സാധ്യമാണ്? കാരണം ഈ അപരിചിതർക്ക് അവിടേക്ക് എത്തുക അല്ലെങ്കിൽ ആരെങ്കിലും അവിടേക്ക് തീർച്ചയായും അതാണ് പരിശോധിക്കേണ്ടത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ജഡ്ജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഡാനി, ഈ 6 ഗ്രാം സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു 50,000 രൂപയിലധികം വിലമതിക്കുന്നുണ്ട്. പുറത്തുനിന്നൊരാൾക്ക് ഈ ജഡ്ജിയുടെ പ്രത്യേകിച്ചും പോലീസ് സുരക്ഷയ്ക്കുള്ള ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കാനുള്ള സാധ്യത കുറവാണ്. പോലീസിൻ്റെ ഒരു നിഗമനം എന്താണ്? പോലീസ് സംശയിക്കുന്ന ആരെയാണ്? പോലീസും അത് ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. കാരണം പുറത്തുനിന്ന് ഒരാൾ അവിടേക്ക് കടന്നു വന്ന് മോഷണം നടത്തുക എപ്പോഴും സുരക്ഷാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇടം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു സാധ്യത പോലീസ് വലിയ രീതിയിലേക്ക് സംശയിക്കുന്നില്ല. ഒരുപക്ഷെ മറ്റ് സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അവിടുത്തെ ഒരു കാര്യങ്ങൾ എത്രമാത്രം ജോലിക്കാരുണ്ട്, വന്നു പോകുന്നവരുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു സംശയങ്ങളാണ്, ആരെയും അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. അത്തരം കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ തന്നെ പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതും എല്ലാം തന്നെയുണ്ട്. ആ രീതിയിലുള്ളൊരു അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഏതായാലും ഇതിലെ പ്രധാനപ്പെട്ടൊരു വസ്തുത ഒരു ജഡ്ജിയുടെ വീട്ടിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഈ അളവ് കാര്യങ്ങൾ എന്നതിനേക്കാളും അപ്പുറം ഒരു ഗൗരവതരമായ ഒരു പരാതി എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. തീർച്ചയായും ഏറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ പോലും ഈ രീതിയിൽ മോഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു റിട്ടയർഡ് ജഡ്ജിയിൽ നിന്നും ഓൺലൈൻ തട്ടിപ്പ് സംഘം ലക്ഷങ്ങൾ, ഏകദേശം 1 കോടി രൂപയോളം അടുത്ത് തട്ടിയെടുത്തത്. ആ കേസിൽ ഇതുവരെ പണം തിരികെ കിട്ടിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാനി, ഇത് പോലീസ് ആരെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് കളമശ്ശേരി പോലീസ് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കുന്നില്ല എന്നാണ്. അന്വേഷണം നടക്കുന്നു എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെ സംശയിക്കുന്നു അല്ലെങ്കിൽ ആരെയാണ് ചോദ്യം ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അന്വേഷണം പോകുന്നത്, അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. അതിൽ വൈകാതെ ഈ കേസ് എന്താണ് എന്നത് സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെ അവർ പറയുന്നു. കാരണം അന്വേഷണം തുടരുകയാണ്. അത് പല രീതിയിലുള്ളൊരു സംശയ സാഹചര്യങ്ങളും പോലീസിന് മുന്നിലുണ്ട്. എന്തായാലും പുറമേ നിന്നൊരാൾ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും മോഷ്ടാക്കൾ ഇത് അപഹരിക്കാനുള്ളൊരു സാധ്യത, അത്തരം സാധ്യതകൾ വളരെ
വിരളമായത് തന്നെയാണ് പോലീസ് കാണുന്നത്. മറ്റു കാര്യങ്ങളാണ് കൂടുതൽ പരിശോധിക്കപ്പെടുന്നത്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വസ്തുതകൾ വിശദമാക്കാൻ പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് ശ്രമിക്കുന്നുമില്ല. ഏതായാലും അന്വേഷണം തുടരുന്നു എന്ന രീതിയിൽ തന്നെ പോലീസ് പറയുന്നു. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് കളമശ്ശേരി പോലീസും പറയുന്നത്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതി ജഡ്ജിയുടെ ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ കളമശ്ശേരിയിലെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണം മോഷ്ടിക്കപ്പെട്ടത്. കളമശ്ശേരി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വ്യാജ മാലമോഷണ കേസിൽ പരാതിക്കാരിയായ വീട്ടുടമയ്ക്കെതിരെ കേസെടുക്കാൻ നടപടി. ആ വാർത്ത പരിശോധിക്കാം. ഇടവേള കഴിഞ്ഞു. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങൾ സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. തിരുവനന്തപുരത്തെ വ്യാജ മാലമോഷണ കേസിൽ പരാതിക്കാരിയായ വീട്ടുടമയ്ക്കെതിരെ കേസെടുക്കാൻ SC/ST കമ്മീഷൻ ഉത്തരവ്. വീട്ടിൽ ജോലിക്കെത്തിയ ബിന്ദുവിനെതിരെ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനമേറ്റ കേസിലാണ് നടപടി. മാലമോഷണം പോയെന്ന് പരാതി നൽകിയ വീട്ടുടമ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, എന്തായാലും ഈ ബിന്ദു എന്ന യുവതിക്കെതിരെ, ഒരു ദളിത് സ്ത്രീക്കെതിരെ വ്യാജ മാലമോഷണ പരാതി നൽകുന്നു. അതിനവരെ മാനസികമായി അങ്ങേയറ്റം ക്രൂരമായി പോലീസ് പീഡിപ്പിക്കുന്നു. നാളുകൾക്ക് ശേഷമാണ് ഈ സംഭവം, ഈ ബിന്ദു നിരപരാധിയാണെന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷെ അവിടെയും എന്തുകൊണ്ടാണ് ഇത്തരം വ്യാജ പരാതി നൽകിയ വീട്ടുടമയായ സ്ത്രീക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതെന്ന ചോദ്യം സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരാം. ഇപ്പോൾ SC/ST കമ്മീഷൻ വീട്ടുടമയായ ആ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പോലീസിന്റെ നടപടി എങ്ങനെയാണ്? തീർച്ചയായും 4ാം മാസത്തിലാണ്, അതായത് ഏപ്രിൽ മാസം 23-നായിരുന്നു ബിന്ദു എന്ന പേരൂർക്കട സ്വദേശിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്. അതായത് പേരൂർക്കട സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഒരു മാലമോഷണം ആരോപണം പരാതി ലഭിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും അവിടെ രാത്രി മുഴുവൻ ആ സ്റ്റേഷനിൽ ഭക്ഷണവും വെള്ളവും നൽകാതെ പിടിച്ചു നിർത്തുകയും അടുത്ത ദിവസം 12 മണിക്കാണ് പിന്നീട് ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിടുന്നത്. അതായത് മാല ഈ വീട്ടുടമസ്ഥയുടെ വീട്ടിൽ നിന്നും തിരിച്ച് ലഭിച്ചു എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു വിടുന്നു. അത്രയും സമയം ആ സ്റ്റേഷനിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു SC/ST കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും തുടർന്ന് വകുപ്പ് തല അന്വേഷണവും മറ്റും നടക്കുകയും പോലീസുകാർക്കും അതുപോലെ തന്നെ SIക്കും അടക്കം നിരവധി നടപടികൾ നേരിടേണ്ടി വന്നത്. അതിനുശേഷം വീണ്ടും SC/ST കമ്മീഷൻ്റെ പരിശോധനയിലാണ് ഈ ഒരു ഓമന ഡാനിയൽ നൽകിയ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്രൂരമായ ദുരനുഭവം സ്റ്റേഷനിൽ നിന്നും നേരിടേണ്ടി വന്നത് ബിന്ദുവിനെ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഓമന ഡാനിയൽ എന്ന വീട്ടുടമസ്ഥയ്ക്കും എതിരെ പ്രതി ചേർക്കാനുള്ളൊരു നിർദ്ദേശം പോലീസിന് നൽകിയത്. അതായത്
അതായത് തുടക്കത്തിൽ തന്നെ ഇതൊരു വ്യാജ പരാതിയായിരുന്നു എന്ന് പോലീസിന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. കാരണം ഇത് മാല നഷ്ടപ്പെട്ടു എന്ന പരാതി ലഭിച്ച ഉടനെ തന്നെ ഇത്തരത്തിലൊരു വീട്ടുജോലിക്കാരിയാണ് ഇത് എടുത്തതെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ബിന്ദുവിനെതിരെ വളരെയധികം മാനസികമായി പീഡിപ്പിക്കുകയും ഭക്ഷണമോ വെള്ളമോ ഒന്നും നൽകാതെ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയും ഇതിനൊപ്പം തന്നെ ഈ ഒരു പരാതിക്കാരിയായ ഓമന ഡാനിയലിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് പരിശോധനയ്ക്കായി നിയമസാധുത ഒന്നുമില്ലാത്തൊരു പരിശോധന വീട്ടിലെത്തി നടത്തുകയും അതുമാത്രമല്ല ഈ പെൺകുട്ടികളെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഭർത്താവിനെയും അധിക്ഷേപിച്ച് സംസാരിച്ചു. അത്തരത്തിൽ യാതൊരുവിധ മാനുഷിക പരിഗണനയും ലഭിക്കാത്ത രീതിയിലായിരുന്നു ബിന്ദു ഒരു രാത്രി മുഴുവനും ഒരു പകുതിയോളം സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നത്. അതിനുശേഷം മാധ്യമശ്രദ്ധ ലഭിച്ചപ്പോഴായിരുന്നു അതിനുശേഷം ഒരുപാട്, അതായത് ഈ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അടക്കം ബിന്ദു പരാതി നൽകി. പക്ഷേ അപ്പോഴൊന്നും ഇതിൽ കൃത്യമായൊരു ഇടപെടൽ സർക്കാർ തലത്തിലോ വകുപ്പ് തലത്തിലോ ഉണ്ടായില്ല. അതിനുശേഷം വകുപ്പ് തല അന്വേഷണം തുടങ്ങിയത് തന്നെ മാധ്യമശ്രദ്ധ ലഭിച്ചതിന് ശേഷമായിരുന്നു. ഒരു ദിവസത്തിനകം തന്നെ പോലീസുകാർക്ക് സസ്പെൻഷനും പിന്നെ SIക്കും വകുപ്പ് തല നടപടി നേരിടേണ്ടി വന്നു. കൃത്യമായ കൃത്യവിലോപം പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് തുടക്കം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് തുടക്കം തന്നെ വ്യക്തമായിരുന്നു. അതിനടിസ്ഥാനത്തിൽ പിന്നീട് കന്റോൺമെന്റ് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വകുപ്പ് തല നടപടി നേരിടേണ്ടി വന്നത് SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക്. അതിനുശേഷമാണ് ഈ ഒരു പരാതി വ്യാജമാണെന്നുള്ള കണ്ടെത്തൽ വരികയും അതിനുശേഷം പിന്നെ SC/ST അടക്കം ഈ ബിന്ദു പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഓമന ഡാനിയലിനെ പ്രതി ചേർക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം SC/STയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഒരു പോലീസുകാരുടെ ഒരു ദളിത് യുവതി എന്നതിലുപരി ഒരു യുവതി സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട ഒരു മാനസിക ഒരു മിനിമം ഇത്തരത്തിലുള്ളൊരു പരിഗണന പോലും, സ്ത്രീ എന്നൊരു പരിഗണന പോലും ഈ ബിന്ദുവിന് ലഭിച്ചില്ല എന്നാണ് നമുക്ക് തുടക്കം തന്നെ മനസ്സിലായത്. ബിന്ദുവിൻ്റെ നിയമ പോരാട്ടത്തിന് ഒരു ഫലം കാണുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പരാതിയുമായി മുന്നോട്ട് പോകും. ആദ്യം 2 പോലീസുകാർക്കായിരുന്നു സസ്പെൻഷൻ. അത് മാത്രമല്ല SI ഉൾപ്പെടെ ഇതിൽ തെറ്റുകാരനാണ് എന്ന് ബിന്ദു തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ SC/ST കേസ് ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ ഇതിൽ അന്വേഷണം നടത്തുകയും ഈ ഓമന ഡാനിയലിനെ പ്രതി ചേർക്കണമെന്നൊരു ഇവിടെ യഥാർത്ഥത്തിൽ വീഴ്ച സംഭവിച്ചത് ആ വീട്ടുടമയായ സ്ത്രീക്കാണോ അതോ പോലീസിനാണോ? കാരണം സ്വാഭാവികമായും ഒരു മാല അല്ലെങ്കിൽ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏതൊരു വീട്ടുടമയും പോലീസിൽ പരാതി നൽകാം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഓമന ഡാനിയലും അങ്ങനെ പരാതി നൽകി. പക്ഷെ അവരുടെ വീട്ടിൽ അവർ വേണ്ട രീതിയിൽ പരിശോധിച്ചില്ല. പിന്നീടാണ് വീട്ടിൽ തന്നെ സ്വർണ്ണാഭരണം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കാതെ, കൃത്യമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാതെ, വീട്ടുടമയുടെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നു. അവരെ കസ്റ്റഡിയിൽ മണിക്കൂറുകളോളം മാനസികമായി പോലീസ് പീഡിപ്പിക്കുന്നു. ഇവിടെ പോലീസിൻ്റെ ഭാഗത്തല്ലേ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഉണ്ടായത്? നിലവിൽ പോലീസിനെതിരെ നടപടി, പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ വലിയ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച വരുത്തിയ ഒരു ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച, അവരുടെ ജീവിതം തന്നെ ഇരുട്ടിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ യഥാർത്ഥത്തിൽ ഈ സർവീസിൽ പോലും തുടരാൻ അനുവദിക്കാൻ പാടില്ലല്ലോ. അത്തരമൊരു കടുത്ത നടപടി ഉണ്ടാകുമോ? SC/ST കമ്മീഷൻ പോലീസുകാരുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? നിലവിൽ വകുപ്പ് തല അന്വേഷണമാണ് പോലീസുകാർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഈ 3 പോലീസുകാർക്കും തെറ്റുപറ്റി, അതായത് കൃത്യവിലോപം ഉണ്ടായി എന്നൊരു കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വന്നത്. വകുപ്പ് തല അന്വേഷണം കൂടുതൽ പുരോഗമിച്ച് അതിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം, എന്ത് തരത്തിലുള്ള നടപടികളാണ് മറ്റ് നിയമ നടപടികളിലേക്കും മറ്റും കടക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ വ്യക്തത വരേണ്ടത്. കാരണം പ്രാഥമികമായ അന്വേഷണത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ വകുപ്പ് തലത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി. കാരണം ഒരുപാട് വൈകിയാണ് ഇത്തരത്തിലൊരു പരാതി പൊതുജന മധ്യത്തിലേക്ക് വന്നത്. അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി നൽകിയിട്ടും ഇത് മാധ്യമശ്രദ്ധ ആകർഷിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ കൃത്യമായ വകുപ്പ് തല അന്വേഷണം വന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള അന്വേഷണത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പിന്നീട് വന്നതെങ്കിലും പിന്നീടുള്ള അന്വേഷണ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. മാത്രമല്ല ഈ ഒരു പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്ന് മുൻപ് തന്നെ SC/ST കമ്മീഷൻ അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഇതിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് SC/ST കമ്മീഷൻ കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വകുപ്പ് തല അന്വേഷണത്തിൽ പുരോഗതി നോക്കി അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ, മാത്രമല്ല അതിൽ SC/ST കമ്മീഷന്റെ ആവശ്യമാണോ. ഈ പരാതിക്കാരിയായ ബിന്ദുവിന്റെ നിലപാടടക്കം ഇവിടെ നിർണായകമാണ്. അവർ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. നിലവിൽ ഈ വീട്ടുടമയായ സ്ത്രീക്കെതിരെ
കേസെടുക്കാൻ SC കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് പോലീസിനെ സംബന്ധിച്ച് ഇത് ഏത് രീതിയിലുള്ളൊരു നടപടിയായിരിക്കും അവർക്കെതിരെ സ്വീകരിക്കാൻ പോകുക? വ്യാജ പരാതി നൽകി എന്ന ഒരു കുറ്റം സ്വാഭാവികമായി നിലനിൽക്കും. അതിനപ്പുറം എന്ത് നടപടിയായിരിക്കും വീട്ടുടമയായ സ്ത്രീക്കെതിരെ ഓമന ഡാനിയലിനെതിരെ ഉണ്ടാവുക? വ്യാജ പരാതി നൽകിയ ഒരു തരത്തിലുള്ള അന്വേഷണം തന്നെയായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ പ്രതി ചേർക്കുമ്പോൾ പോലീസ് പരിഗണിക്കുക. അതിനുശേഷം ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ആദ്യം ബിന്ദു പറഞ്ഞ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന സമയത്ത് ഓമന അവിടെ ഉണ്ടായിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ ബിന്ദു വെളിപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ബിന്ദുവിനടുത്ത് മോശമായി പെരുമാറിയോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. മാത്രമല്ല ഈ ഒരു ജോലി സമയത്ത്, അതായത് 1-2 ദിവസം മാത്രമാണ് ഈ ബിന്ദു ഓമനയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് ജാതി അധിക്ഷേപമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലുള്ള അനുഭവങ്ങൾ ബിന്ദുവിനും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും ചിലപ്പോൾ ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നേരിട്ടേക്കാം. കാരണം ഇവർ തന്നെയാണ് എടുത്തത്, വീട്ടിൽ നിന്നും മാല മോഷണം പോയി എന്ന് 100% ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസുകാർ ബിന്ദുവിനെ മോഷണക്കുറ്റം ചുമത്തുന്നതും. മാത്രമല്ല ഈ ഒരു ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് അനധികൃതമായി കടന്നു എന്ന് അന്വേഷണം അടക്കം, അതായത് തിരച്ചിലടക്കം നടത്തുന്നത്, അതായത് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും ഉൾപ്പെടെ പിന്നെ വ്യാജ പരാതി നൽകിയതും കൃത്യമായി ഇതിന് ഒരു പോലീസിന് കൃത്യമായൊരു വിവരം നൽകാത്തതടക്കം കൃത്യമായൊരു അന്വേഷണമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. കാരണം ഇത് വലിയൊരു വാർത്തയായി മാറിയതും ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ദളിത് യുവതിക്ക് ഇത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതിൻ്റെ എല്ലാം ഇതിന് തുടക്കം കാരണം ഈ ഒരു വ്യാജ പരാതിയാണ്. കൃത്യമായി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നായിരിക്കും പോലീസ് കൃത്യമായി അന്വേഷിക്കുക. അതിനുശേഷം ഇത് മുൻപ് നടന്നിട്ടുള്ള അനുഭവങ്ങളും മറ്റും പരിശോധിച്ചിട്ടായിരിക്കും ഈ ഒരു പരാതിയിൽ, അതായത് ഈ പ്രതി ചേർക്കപ്പെട്ട ഓമനയ്ക്കെതിരെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. ടോം. വ്യക്തമാണ്. തിരുവനന്തപുരത്തെ വ്യാജമാല മോഷണ കേസിലാണ് പരാതിക്കാരിയായ വീട്ടുടമയ്ക്കെതിരെ കേസെടുക്കാൻ SC കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. കോട്ടയത്ത് കഴിഞ്ഞ രാത്രി, അതായത് ലഹരി വിരുദ്ധ ദിനത്തിൽ ഒരമ്മയെ മകൻ വെട്ടിക്കൊന്ന സംഭവമുണ്ടായി. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഇന്നലെ നമ്മളെല്ലാവരും ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയുണ്ടായി. പലയിടങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. എന്നാൽ ഇന്നലെ രാവിലെ കേരളം ഞെട്ടലോടെ കേട്ടൊരു വാർത്തയാണ് കാസർഗോഡ് ലഹരിക്കടിമയായ മകൻ അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം. സമാനമായൊരു കേസ് ഇന്നലെ രാത്രിയോടുകൂടി കോട്ടയത്തു നിന്നും കേട്ടു. കോട്ടയം പള്ളിക്കത്തോട് ലഹരിക്കടിമയായ മകൻ
അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. പള്ളിക്കത്തോട് ഇളമ്പള്ളി സ്വദേശിനി സിന്ധുവിനെയാണ് മകൻ അരവിന്ദ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. വാക്കത്തി ഉപയോഗിച്ച് സിന്ധുവിന്റെ കഴുത്തിലാണ് അരവിന്ദ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. JCB ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന അരവിന്ദ് അമിതമായി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലഹരി വിരുദ്ധ ദിനത്തിലാണ് രണ്ടമ്മമാരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. രണ്ടിടത്തും കൊലയാളികളായത് മക്കളാണ്, ലഹരിക്കടിമകളായ മക്കളാണ്. കോട്ടയം പള്ളിക്കത്തോടിലെ ആ വീട്ടിൽ സംഭവിച്ചതെന്താണ്? ലഹരിയാണോ അവിടെയും പ്രധാന വില്ലനായത്? തീർച്ചയായും ടോം, ലഹരി തന്നെയാണ് വില്ലനായത് എന്നാണ് പോലീസിൽ നിന്നടക്കം നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാൾ നേരത്തെയും ലഹരി സ്ഥിരമായി ഉപയോഗിക്കുകയും ഡി അഡിക്ഷന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ, ആശുപത്രി പ്രവേശനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എന്തായാലും ഈ ലഹരി എന്നത് സ്വന്തം മാതാവിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി ഈ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം വ്യക്തമാകുകയാണ്. 45 വയസ്സുകാരി സിന്ധു ആണ് കൊല്ലപ്പെട്ടത്. സിന്ധു ഈ പള്ളിക്കത്തോട്ടിൽ ലോട്ടറി കച്ചവടമൊക്കെ നടത്തിയാണ് ഉപജീവനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. രാത്രി 8 മണിയോടുകൂടി വീട്ടിലെത്തിയ മകൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ തന്നെ, ഈ പ്രതിയായ അരവിന്ദ്, അയാൾക്ക് 23 വയസ്സാണുള്ളത്, അയാൾ തന്നെ തൊട്ടടുത്ത വീട്ടിൽ പോയി അമ്മയെ വെട്ടി എന്ന് പറയുകയായിരുന്നു. കഴുത്തിനടക്കമേറ്റ മാരകമായ മുറിവുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഇയാൾ ഓടി രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചില്ല. ഇങ്ങനെ പോലീസ് വരുമ്പോഴടക്കം ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർഗീസ് ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തുകയും തീർച്ചയായും ആ വീടിന്റെ സാഹചര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. ഈ സിന്ധുവും മകൻ അരവിന്ദും മാത്രമാണോ വീട്ടിലുണ്ടായിരുന്നത് ആ സമയത്ത്? ഈ ഒരു പെട്ടെന്നുള്ള പ്രകോപനം, അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമാണോ, അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണോ കൊലപാതകത്തിന് കാരണമായത്? ശ്രീജിത്ത്, ടോം, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാരണമാണ്. അതായത് ഭക്ഷണം വെക്കുന്നതിലെ ചില അഭിപ്രായ ഭിന്നതകളാണ് ഇങ്ങനൊരു പെട്ടെന്നൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ പ്രതിയിൽ നിന്നടക്കം ലഭിച്ച മൊഴി അങ്ങനെയാണ്. കാരണം ഈ വെട്ടേറ്റ് തളർന്നു കിടക്കുന്ന സിന്ധുവിനെയാണ് ഈ നാട്ടുകാരൊക്കെ കാണുന്നത്. വളരെ വേഗം തന്നെ അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരോട് വിവരം അറിയിച്ചു, നാട്ടുകാർ ഓടിച്ചെന്നു. പിന്നീട് ഇയാൾ പറയുന്ന വിവരങ്ങളാണ് പോലീസിനും നാട്ടുകാർക്കും ഒക്കെ ഉള്ളത്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ലഹരിക്കടിമ എന്ന നിലയിൽ തന്നെ ചികിത്സ തേടിയിട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെ ഒരാളാണ് ഈ അരവിന്ദ്. 23 വയസ്സ് മാത്രമാണ് പ്രായം ഉള്ളത്. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസ് സംഘമൊക്കെ എത്തി. ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് തന്നെ പിടികൂടുകയും പിന്നീട് അറസ്റ്റും മറ്റ് ചോദ്യം ചെയ്യലും തുടർ നടപടികളിലേക്കൊക്കെ കടക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ലഹരി ദിനത്തിൽ ആണ് സംഭവം ഉണ്ടായത്. സ്വന്തം അമ്മയെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത കാര്യമാണ്. നേരത്തെ ടോം സൂചിപ്പിച്ച കാസർഗോഡ് ആണെങ്കിലും ഇതാണെങ്കിലും ലഹരി എത്രത്തോളം വലിയ മാരകമായി നമ്മുടെ യുവതലമുറയെ അടക്കം ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ പള്ളിക്കത്തോട്ടിലുണ്ടായ സംഭവം. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. നടൻ ജയസൂര്യയുടെ ചിത്രമെടുക്കാൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനം. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ ഫോട്ടോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ജയസൂര്യയുടെ കൂടെയുള്ളവരാണ് ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചതെന്നാണ് പരാതി. ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനമേറ്റത്. ജയസൂര്യയ്ക്ക് ഒപ്പമുണ്ടായിരുന്നവർ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞ് മർദ്ദിച്ചുവെന്ന് സജീവ് നായർ പറഞ്ഞു. ദേവസ്വം ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നുവെന്നാണ് ആരോപണം. അമ്പലത്തിൽ ഇവിടെ ദേവസ്വം സ്റ്റാഫാണ് മാധ്യമ പ്രവർത്തനം പിടിച്ചിട്ടുണ്ട്. വെറുതെ തമാശ കേട്ടോ. താഴെ ഞാൻ നിങ്ങളെ ഫോട്ടോ അമ്പലത്തിലെ ഫോട്ടോ കൊണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആൾക്കാർ അമ്പലത്തിൽ ഇവിടെ സുമേഷ് മോറാണ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുമേഷ്,
ഇത് ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. ഒരു ഫോട്ടോ എടുക്കണോ വേണ്ടയോ അതൊരു ഓരോ വ്യക്തികളുടെ തീരുമാനമാണ്. ഇപ്പോൾ സുമേഷിനായിക്കോട്ടെ അല്ലെങ്കിൽ ഞാനായിക്കോട്ടെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കരുത് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ പാടില്ല. പക്ഷേ ചലച്ചിത്ര താരങ്ങൾ, സിനിമാ താരങ്ങൾ, അവരുടെ ഫോട്ടോകൾ, അവരുടെ വീഡിയോകളൊക്കെ ആരാധകർ ഫോണിലും മറ്റും ക്യാമറയിലൊക്കെ പകർത്താറുണ്ട്. ഇവിടെ എന്താണ് ഒരു പ്രകോപന കാരണമായത്? ഈ വിഷയത്തിൽ ജയസൂര്യ എന്താണ് പറയുന്നത്? ജയസൂര്യയുടെ നിലപാട് എന്താണ്? ടോം, ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കൊട്ടിയൂർ ശിവക്ഷേത്രം. അവിടെ ഇപ്പോൾ വൈശാഖ മഹോത്സവം നടക്കുകയാണ്. ദിവസേന ആയിരങ്ങളാണ് അവിടെ വന്ന് തൊഴുത് മടങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഈ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സിനിമാ താരം ജയസൂര്യയും സംഘവും ഇന്ന് അവിടെ എത്തുന്നത്. ജയസൂര്യ കൂടെ അവരുടെ സുഹൃത്തുക്കൾ എന്നാണ് പറയുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ ദേവസ്വം ബോർഡ് നിയമിച്ച ഒരു താൽക്കാലിക ഫോട്ടോഗ്രാഫറാണ് ഈ മർദ്ദനമേറ്റിട്ടുള്ള സജീവ് നായർ. ഇദ്ദേഹം അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തനം കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ വരുന്ന ആരാധന സ്ഥലങ്ങളിൽ എത്തുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഒക്കെ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ഇതൊരു ഒരു സാധാരണ ഒരു ഫോട്ടോഗ്രാഫർ അല്ല. ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ പോലീസ് പറയുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇന്ന് രാവിലെ 8:30 കൂടിയാണ് ഈ ജയസൂര്യൻ സുഹൃത്തുക്കളും ഇവിടെ എത്തുന്നത്. ഇത് സ്വാഭാവികമായും ഇതിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആരാധന നടക്കുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ എത്തുന്ന സമയത്താണ് ഈ ഫോട്ടോഗ്രാഫറുടെ ശ്രദ്ധയിൽ ജയസൂര്യ പെടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ ഇദ്ദേഹം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ ജയസൂര്യ കൂടെ ഉണ്ടായ സുഹൃത്തുക്കൾ അത് തടഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ സജീവ് നായർ പറഞ്ഞത്. അതായത് തടയുക മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ക്യാമറ ഉൾപ്പെടെ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് ഈ ആരാധന നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ സാധാ ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൂരമുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ആരാധനാലയത്തിന് സ്വാഭാവികമായും ഇദ്ദേഹം ദർശനം നടത്തുകയും ഇത്തരം കാര്യങ്ങളാണ് ഇദ്ദേഹം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് ഇദ്ദേഹം ജയസൂര്യ തിരിച്ച് മടങ്ങുകയും ഇദ്ദേഹം വാഹനം നിർത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് മടങ്ങുന്ന വഴി പിന്നീടും അവിടെ നിന്നും ഇദ്ദേഹം ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എന്നാണ് ഇവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളായി വരുന്ന വീഡിയോയിൽ കാണുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന് കൃത്യമായി ഡ്യൂട്ടി ചെയ്യാനുള്ള അവകാശം, അധികാരം ഇദ്ദേഹത്തിനുണ്ട്. അത് തടസ്സപ്പെടുത്തുകയാണ് ഈ ജയസൂര്യ ഉൾപ്പെടെയുള്ള സംഘം ചെയ്തത് എന്നാണ് ഈ സജീവ് നായർ പറയുന്നത്. അതായത് ഇതിൽ പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇദ്ദേഹം ഒരു സ്റ്റാർ പദവിയിലുള്ള ഒരാളാണ് ജയസൂര്യ. ഇദ്ദേഹം ഇത്തരം വിഷയങ്ങൾ കാണുകയും എന്നാൽ അത് തടയാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ സജീവ് നായർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തനം പറയുന്നത്. സ്വാഭാവികമായി ഇത്തരം ഇൻസിഡന്റ് നടക്കുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയോ അത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയോ ജയസൂര്യൻ നടത്തിയിട്ടില്ല എന്നുള്ളൊരു പരിഭവം കൂടി ഇത്തരം ഈ മർദ്ദനമേറ്റിട്ടുള്ള സജീവ് നായർ പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന് കാലാണ് മർദ്ദനമേറ്റത്. കാലിനും അതുപോലെ തന്നെ ദേഹത്തുമാണ് മർദ്ദനമേറ്റിട്ടുള്ളത്. ഏതായാലും പ്രാഥമിക ചികിത്സ തേടിയിട്ടുണ്ട്. കൊട്ടിയൂർ തന്നെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചികിത്സ തേടിയിട്ടുള്ളത്. ഏതായാലും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. 3 പേരുടെ പേരിലാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ ഒന്ന് പറയുന്നത് നിതീഷാണ്, ഒരു പ്രതി എന്ന് പറയുന്നത് നിതീഷാണ്, രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് ഷിജിത്താണ്, മറ്റൊരാളെ കണ്ടാൽ അറിയാം എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായി പറയാനുള്ളത് ദേവസ്വം ഓഫീസിൽ വെച്ചും ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റു എന്നുള്ള കാര്യമാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ആരാധന നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മർദ്ദനമേറ്റതിന് ശേഷവും തിരിച്ചു വരുന്ന നേരെ ദേവസ്വം ഓഫീസിൽ കയറി അവിടെ വെച്ചും ഇദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോ സജീവ് നായർ പറയുന്നത്. ഏതായാലും എന്താണ് ഇതൊരു പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് കൃത്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ള പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ആരാധനാലയമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നത് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത്. തീർച്ചയായും അത് ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഈ സംഭവത്തിൽ ഈ ഫോട്ടോഗ്രാഫറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ സുമേഷ്? ടോം,
സജീവ് നായർ ഈ പരാതിയിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ അല്പം മുൻപ് ഇദ്ദേഹവുമായി സംസാരിച്ചു. ഏതായാലും ഇദ്ദേഹം ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ ഉറച്ചു നിൽക്കും എന്നതിനാണ് പറയുന്നത്. സ്വാഭാവികമായും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. ഇവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ്. ഇതിലെ ഞങ്ങളുടെ അന്വേഷണത്തിന് മനസ്സിലായിട്ടുള്ളത് ഇവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്വാഭാവികമായി നമ്മൾ കാണുന്നത് ഫേസ്ബുക്ക് ഐഡിയിൽ ഉൾപ്പെടെ ഈ ജയസൂര്യയുടെ കൂടെ നിൽക്കുന്ന പടം ഉൾപ്പെടെ അതിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നിതീഷിന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മുൻ ABVP-യുടെ സെക്രട്ടറി, ദേശീയ സെക്രട്ടറി എന്ന നിലയാണ് അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷൻ ഈ ഫേസ്ബുക്കിൽ ഐഡിയിൽ കാണുന്നത്. സ്വാഭാവികമായി പോലീസിനോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയുകയും എന്നാൽ പോലീസ് പറയുന്നത് അത്തരം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോഴില്ല. ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്. ഏതായാലും അത്തരം അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പൊ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സ്വാഭാവികമായും ഈ ഇത്തരം ആളുകൾ, അതായത് സ്റ്റാർ പദവിയിലുള്ള ആളുകൾ കൂടെ ബൗൺസർമാർ സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. എന്നാൽ അത്തരം ആളുകളല്ല എന്ന് തന്നെയാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഇത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ, ഇവരുടെ സാധാരണ സുഹൃത്തുക്കൾ മാത്രമാണ്, ഈ ജയസൂര്യയുടെ സുഹൃത്തുക്കൾ മാത്രമാണ് എന്നാണ് ഇപ്പൊ പോലീസും പറയുന്നത്. തീർച്ചയായും ഇവരെ പ്രകോപിപ്പിച്ചെന്താണ്? കാരണം ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ ജയസൂര്യയുടെ ഫോട്ടോ എടുത്തതാണോ ഇവരെ, ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ പ്രകോപിപ്പിച്ചതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ ഫോട്ടോഗ്രാഫറും ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്നവരും തമ്മിൽ മറ്റെന്തെങ്കിലും തർക്കമുണ്ടായിരുന്നു? ടോം, അതിനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ആ വീഡിയോയിൽ തന്നെ, പുറത്തു വന്ന വീഡിയോയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് നിങ്ങളോട് ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ആ വീഡിയോയിൽ മറ്റവരോട് പറയുന്ന സന്ദേശമായി കാണുന്നത്. സ്വാഭാവികമായി ഇദ്ദേഹത്തോട് ആദ്യമേ നിർദ്ദേശിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കരുത് എന്നുള്ള കാര്യം. എന്നാൽ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാതിരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാധാരണ ഇദ്ദേഹം ഈ ദേവസ്വം ബോർഡ് നിയമിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം അവിടെ നിയമിച്ചത്. സ്വാഭാവികമായും സാധാരണ ഒരാളുകൾ അല്ല മറ്റൊരാളുകൾ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു എന്ന് മാത്രമാണ് സജീവ് നായർ പറയുന്നത്. അതായത് കൂടെയുള്ളവർ പറഞ്ഞു എടുക്കരുത് എന്ന് പറയുമെങ്കിൽ പോലും, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന് എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായി അത്തരം ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം ഒരു കൃത്യം മാത്രമാണ് സജീവ് നായർ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അതിലൊരു അസ്വാഭാവികതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്വാഭാവികതയുണ്ട്. ജയസൂര്യ ഉൾപ്പെടെ ജയസൂര്യ ഇത് ഒരു വിഷയം കാണുമ്പോൾ അതിൽ ഇടപെടുന്നതിന് അത് എത്രത്തോളം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസും അത് മറ്റുള്ളവരും പറയുന്നത് അത് തന്നെയാണ്. അതായത് ഒരു കണ്ടില്ല എന്ന് ഭാവിച്ചുകൊണ്ട് മടങ്ങി വരുന്ന അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന ഒരു ജയസൂര്യയാണ് സജീവ് നായർ കണ്ടതെന്നാണ് ഇപ്പോൾ സജീവ് നായർ പറയുന്നത്. യെസ്, വ്യക്തമാണ്. സുമേഷ് മോറാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ ജയസൂര്യയുടെ ഫോട്ടോ എടുത്തതാണ് പ്രകോപനത്തിന് കാരണമായത്. ദേവസ്വം ബോർഡിന്റെ ഫോട്ടോഗ്രാഫറെ ജയസൂര്യയുടെ ഒപ്പം ഉണ്ടായിരുന്നവർ സുഹൃത്തുക്കൾ മർദ്ദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോട്ടോഗ്രാഫർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊല്ലം പുനലൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ ചെമ്മന്തൂർ കടുവാക്കുടി സ്വദേശി ബിനീഷാണ് അറസ്റ്റിലായത്. ഇയാൾ നഗ്നചിത്രങ്ങൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ അയച്ചു നൽകിയിരുന്നു. തുടർന്ന് പുനലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോക്സോ IT ആക്ടുകൾ പ്രകാരമാണ് കേസ്. മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട് പുനലൂരിൽ നിന്ന് വിവരങ്ങളുമായി. മനോജ്, ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? കാരണം ഈ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പിന്നീട് ബന്ധുക്കൾക്കും മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഇരുവരും മറ്റെന്തെങ്കിലും പ്രണയത്തിലോ മറ്റു പ്രണയബന്ധത്തിലായിരുന്നോ? എങ്ങനെയാണ് ഈ ചിത്രങ്ങൾ ഇയാളുടെ കയ്യിൽ, ഈ പ്രതിയായിട്ടുള്ള ബിനീഷിന്റെ കൈവശം കിട്ടിയത്? ഇവര് എന്തെങ്കിലും തരത്തിലുള്ള പ്രേമത്തിലായിരുന്നു എന്നുള്ള ഒരു വിവരം ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും 2024 ഒരു ക്രിസ്മസിനോടടുപ്പിച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അയൽവീട്ടിൽ ഉറങ്ങാൻ പോയ 17-കാരിയുടെ നഗ്ന ചിത്രങ്ങളാണ് പുനലൂർ ചെമ്മന്തൂർ കടുവാക്കുഴി സ്വദേശി ബിനീഷ് മൊബൈലിൽ പകർത്തിയത്. അത് മാത്രമല്ല, നഗ്നചിത്രങ്ങൾ പകർത്തിയത് മാത്രമല്ല, അത് ആ കുട്ടിക്ക് അയച്ചു കൊടുത്തതിന് ശേഷം നിരന്തരം ഈ കുട്ടിയെ ശല്യപ്പെടുത്തുകയും വീണ്ടും ചിത്രങ്ങളും വീഡിയോയും ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ചിത്രീകരിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തില് ഈ കുട്ടി പരാതി പറയുമെന്ന് വന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ആ ചിത്രങ്ങൾ
ആ പെൺകുട്ടിയുടെ തന്നെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു. വളരെ വിചിത്ര സ്വഭാവത്തോടെയുള്ള ഒരു നിലപാടാണ് ഈ ബിനീഷ് കാണിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വീണ്ടും വീണ്ടും ചിത്രങ്ങൾ ആവശ്യപ്പെട്ട് കുട്ടിയെ വീണ്ടും നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സഹിക്കവയ്യാതെയാണ് ബന്ധുക്കളുടെ സഹായത്തോടു കൂടി പുനലൂർ പോലീസിൽ പരാതി നൽകുന്നത്. ബിനീഷിനെ പിടികൂടിയ പോലീസ് വിദഗ്ധമായ പരിശോധന നടത്തുകയും മൊബൈൽ പരിശോധിച്ചപ്പോൾ പെൺകുട്ടിയുടെ ചിത്രങ്ങളും വീഡിയോയും മൊബൈലിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഇത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തതിന്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോസ്കോ IT ആക്ടുകൾ പ്രകാരം കേസെടുക്കുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ടോം, അങ്ങനൊരു എന്താണ് ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ പ്രതി ബിനീഷിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതിനു മുൻപ് ഇയാൾക്കെതിരെ സമാനമായിട്ടുള്ള ഏതെങ്കിലും പരാതികൾ ഉയർന്നിട്ടുള്ളതാണോ? മുൻപ് അത്തരം സമാനമായ കേസുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്തിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പുനലൂര്, പത്തനാപുരം, കുളത്തൂപ്പുഴ മേഖലകൾ കേന്ദ്രീകരിച്ചാണെങ്കിലും യുവാക്കളിൽ ഇത്തരത്തിലുള്ള വൈകൃതങ്ങളായ ചില ചിന്തകൾ വരികയും അതൊരു ക്രൈമുകളായി മാറുകയും ചെയ്യുന്ന ഒരു നിലപാട് അടുത്തിടെയായി വർദ്ധിച്ചു വരുന്നുണ്ട്. മൊബൈലുകളുടെ ഉപയോഗം അത് അനിയന്ത്രിതമായും ഉള്ള അനാശാസ്യപരമായുള്ള ഉപയോഗം ഒരു പരിധിവരെ എല്ലാ കുട്ടികളെയും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വഴിതെറ്റിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഒരു നിലപാടായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് ഈ ബിനീഷിന് മുൻപ് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലവും കേസും ഒന്നും ഉള്ളതായിട്ട് പോലീസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. വ്യക്തമാണ്. മനോജ് അപ്പുക്കുട്ടനാണ് പുനലൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുനലൂരിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്ത സംഭവത്തിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദിയുടെ ആത്മഹത്യയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വാർത്തയിലേക്ക് എത്താം, ഇടവേള കഴിഞ്ഞു. Pitapillil Agencies presents News 18 Anti-Drug Awareness Campaign. Say no to drugs എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കും. It is not drugs that will give us a high. Choose life. സമൂഹത്തിന്റെ അധപ്പതനം ലഹരി എസ്കേപ്പിസമാണ്. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കാൻ വേണ്ടിയാണോ ക്യാമ്പസുകളിലേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. സ്റ്റാഫിന്റെ പേഴ്സണൽ ലൈഫ് നല്ലതായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഒരു ദൃശ്യം സിനിമ ഉണ്ടായിരുന്നു. എത്രമാത്രം ക്രൈമുകൾ അതിനുശേഷം കേരളത്തിൽ നടന്നു. സിനിമ എപ്പോഴും സിനിമയാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആരെയും നമ്മുടെ സിനിമയിൽ അഭിനയിപ്പിക്കില്ല. ഒരേ വഴിയിലീരാവോളം ഒഴുകി നാം. ഒരു നിമിഷത്തെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടുമാണ് ലഹരി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ആർട്ടിസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോലെ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഷൈൻ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പുറകെ നടന്ന് അപ്പം പോയടോ. ഞാൻ മലയാളം കുട്ടിയല്ല, പറയാതിരിക്കാൻ വയ്യ, വൻ വൈബാണ്. പക്ഷെ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ എനർജി. Pitapillil Agencies presents Anti-Drugs Awareness Campaign 2025. പിട്ടാപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. Powered by Reliance Industries Limited and DMAC. തീയും പുകയൊന്നും പ്രശ്നമില്ല. അത് ഡിമാക്കിന്റെ WPC ബോർഡാ. ഡിമാക് ഗുഡിനേക്കാൾ ഗുഡാണ്. Banking partner South Indian Bank. Experience next gen banking. Special partner Amrita Vishwavidyapeetham. Come become. In association with Poppy Umbrella. Aquila Finance Limited. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ. Hawaii Steel Doors. Hawaii Steel Doors and Windows. The global standard doors and windows. IBIS Group of Institutions. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ,
വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദിയുടെ ആത്മഹത്യയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുട്ടിയുടെ വീടും പഠിച്ചിരുന്ന സ്കൂളായ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ, കമ്മീഷൻ അംഗം KK ഷാജു എന്നിവർ സന്ദർശിച്ചു. നിരവധി CBSE സ്കൂളുകളിൽ സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്ന് KV മനോജ് കുമാർ പറഞ്ഞു. CBSE സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്ന് കമ്മീഷൻ ഇത്തരം പരാതികൾ ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അവിടെ മാനസിക സംഘർഷം കൂട്ടുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സ്കൂൾ മാനേജ്മെന്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കുട്ടികൾക്ക് അവിടെ അവരുടെ സന്തോഷങ്ങൾ പങ്കിടാനോ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു ആഹ്ലാദങ്ങൾ പോലും ലഭ്യമാവാത്ത തരത്തിൽ അവരെ ഇപ്പോഴിവിടെ ഞങ്ങളിപ്പോഴും മനസ്സിലാക്കിയത് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഉള്ള വരെ കാര്യങ്ങളാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. വിവിധ മേഖലയിലുള്ള ആളുകൾ, ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് പങ്കിട്ടിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് ഇത്തരം സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം അടക്കം ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ കമ്മീഷൻ കൃത്യമായ ഇടപെടലുകൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. പ്രജിത്ത്, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ശ്രീകൃഷ്ണപുരം സ്കൂളിലേതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പല CBSE സ്കൂളുകളിൽ സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഈ കേസിൽ ആശിർ നന്ദിയുടെ ആത്മഹത്യയിൽ ഇടപെടൽ എങ്ങനെയാണ്? ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആശിർ നന്ദിയുടെ മരണത്തിൽ വ്യാപക പ്രതിഷേധങ്ങളും മറ്റും ഉയർന്നതിന് പിന്നാലെയാണ് സംഭവത്തിലെ അന്വേഷണവുമായി ബാലാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിരുന്നത്. പെൺകുട്ടിയുടെ മരണത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ്, ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കൂടാതെ തച്ചനാട്ടുകര ചോളോടുള്ള കുട്ടിയുടെ വീടും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളും കമ്മീഷൻ ചെയർമാൻ K മനോജ് കുമാർ, കമ്മീഷൻ അംഗം KK ഷാജു എന്നിവർ സന്ദർശിച്ചു. നിരവധി CBSE സ്കൂളുകളിലും സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്ന് കമ്മീഷൻ ചെയർമാനും പറഞ്ഞു. മരണത്തെ തുടർന്ന് ഉണ്ടായാവുന്ന മാനസികാഘാതം കണക്കിലെടുത്ത് പെൺകുട്ടിയുടെ കൂടെ ഉള്ള സഹപാഠികൾക്കും സ്കൂൾ ബസ്സിൽ ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾക്കും തിങ്കളാഴ്ച മുതൽ കൗൺസിലിംഗ് നൽകണം എന്നും ജില്ലാ ശിശു സംരക്ഷണ സമിതി യൂണിറ്റ് ചെയർമാൻ നിർദ്ദേശം നൽകി. കൂടാതെ കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്ന അന്തരീക്ഷം സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണമെന്നും വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായ നടപടികൾ എടുക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ കുട്ടിയുടെ പിതാവ് ബാലാവകാശ കമ്മീഷനെ രേഖാമൂലം പരാതിയും എഴുതി നൽകിയിട്ടുണ്ട്. ടോം, പോലീസ് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ടോം, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദിയുടെ ആത്മഹത്യയിലാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.